ഗലാത്യർക്ക് എഴുതിയ ലേഖനം ചാപ്റ്റർ 3 1-3, 3-ാം അധ്യായത്തിൻ്റെ 1-3 വരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകം മക്കളിലേക്ക് തൻ്റെ പുത്രത്വത്തെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഈ ദിവസങ്ങളിലെല്ലാം പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സംഭവം പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ സാധിക്കത്തില്ല. ഭൂമിയിൽ ആരും അത് അനുഭവിച്ച് അതിൻ്റെ പൂർണ്ണത പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ യേശുക്രിസ്തു പിതാവിൻ്റെ മടിയിൽ നിന്ന് കടന്നു വന്ന യേശു പിതാവിൻ്റെ സ്നേഹം എന്തെന്ന് അറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പുത്രൻ തമ്പുരാനാണ് യേശു മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പം പുത്രൻ പിതാവിൻ്റെ നെഞ്ചിനകത്തുനിന്ന് വന്ന ആളാണ്. അതുകൊണ്ട് പുത്രനത് മനസ്സിലാകും. അപ്പം നമ്മൾ സ്വന്തം അമ്മയപ്പന്മാർ, ഇപ്പോൾ എൻ്റെ അമ്മയുടെ സ്വഭാവം എന്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ആരും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഐ ഹാവ് സീൻ, ഐ നോ ഹൂ ഷീസ് വാട്ട് ഷീസ്. അതിനിപ്പം വേറെ വല്ലൊരു എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെക്കുറിച്ച് എന്നുള്ളതെന്നും ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ചുള്ളതെന്നും വിവരം ക്ലിയറായിട്ട് അറിയത്തക്ക വിധത്തിൽ സ്നേഹിച്ചാൽ പിന്നെ അവിടെ പ്രശ്നം വരത്തില്ല. പക്ഷേ എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഞാനെന്ന ചിന്ത കയറിയിട്ട് നമ്മുടെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവർ പ്രവർത്തിക്കാത്തപ്പം നമുക്ക് വാശി വരും. എന്നാൽ ഇങ്ങനെയുള്ള വാശികളൊന്നും ക്രിസ്തുവിനില്ല. നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പം വേറൊരാളുടെ ആവശ്യത്തിന് നമ്മൾ പ്രാർത്ഥിക്കാതെ അവർക്ക് കാല് വയ്യ, അവരുടെ കാലിന് വലിയ പ്രയാസമാണ്, കാലൊന്ന് സൗഖ്യമാക്കി കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവുള്ളവർ കാണും കർത്താവ് അവിടെ ചെന്നിട്ട് കാല് കഴുകുന്നതായിട്ട്. ഞാൻ പലപ്പോഴും അങ്ങനെ കാണും. അപ്പോൾ ഞാൻ പറയും, കർത്താവിനോട് കാല് കഴുകാൻ ഞാൻ പറഞ്ഞു. അത്ര അവിടെ ഈ വലിപ്പച്ചെറുപ്പമൊന്നൊരു ക്വസ്റ്റ്യൻ വരുന്നില്ല. എൻ്റെ മകൾ പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്യും. അപ്പം നമ്മുടെ ആൺമക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് ചെയ്യും. എന്ത് പ്രയാസമാണെങ്കിലും നമ്മൾ ചെയ്യും. കാരണം എന്തുവാ? സ്നേഹം. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്നൊന്നും അന്നേരം ചിന്തിക്കത്തില്ല. ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പറയും നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തല്ലോ എന്ന് പറയും. എന്നാൽ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചോദിക്കത്തില്ല. നമ്മൾ ചോദ്യം ചെയ്യാതെ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ട് സ്വന്തം മക്കളെ വരുമ്പോൾ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിലുണ്ടോ? അതുകൊണ്ടാണ് ഈ പൗലോസ് എഴുതിയൊരു ഭാഗം, നല്ല ഭാഗമാണ്, ഗലാത്യർ 3:1 കുറച്ച് ഭാഗം വായിക്കാം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? കർത്താവ് പിതാവ് ദൈവം പുത്രനെ അയച്ച് അവൻ ക്രൂശ് മരണം ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നമ്മളെ വിശുദ്ധരാക്കി എന്നുള്ള സത്യം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടും നീ വീണ്ടും നിൻ്റെ ബുദ്ധി എങ്ങനെ മന്ദിച്ചു പോയെന്ന് അത്രമാത്രം ബന്ധപ്പെട്ടാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അത് ഹി പുട്ട്സ് സോൾ ആൻഡ് എഫേർട്സ്, സ്പിരിറ്റ് ആൻഡ് സോൾ ആൻഡ് സ്പിരിറ്റ് ഇൻ ടു ഇറ്റ്. അവൻ പൂർണ്ണ ശക്തിയും പൂർണ്ണ ബലവും എടുത്ത് പൗലോസ് ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടും കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ തിരിച്ചു പോവുക. അതല്ലേ നമ്മളും പഠിപ്പിച്ചതൊന്ന് പിറ്റേ ദിവസം കാണിക്കുന്ന വേറൊന്ന്. അത് തന്നെയാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ വരച്ച് കാണിച്ചിട്ട് നിങ്ങളെ വീണ്ടും ക്ഷുദ്രത ചെയ്ത് മയക്കിയതാര്? അപ്പം ദൈവം ക്രൂശുമരണം ഏറ്റെടുത്തത് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് സ്വന്തം പുത്രൻ്റെ പദവിയിലേക്ക് ഉയർത്താനാണെന്നും നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞതിനാൽ ഇനി നിൻ്റെ മേൽ പാപമില്ല എന്നും ഉള്ള ബോധം വരാത്തത് എന്തെന്നാണ് പിന്നെ ക്ഷുദ്രം ചെയ്യുന്നത്. ക്ഷുദ്രത്തിനെന്ന് പറഞ്ഞാൽ അതായത് മറ്റ് സാഹചര്യങ്ങളെ ആശ്രയിച്ചു പോവുകയാണ്. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, അവിടെ കണിയാനെ കണ്ടാൽ എന്താണ്, 3 ദിവസം അവിടെ പോയി, ഇതെല്ലാം ഇങ്ങനെ ചിന്ത കയറി വരും. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ടെന്ന് നമ്മൾ മറക്കുകയാണ്. അത് ക്രൂശ് മരണത്തോടുകൂടി ക്രിസ്തു തന്നെത്താനെ നമുക്ക് വേണ്ടി, അതാണ് പിതാവ് തൻ്റെ പുത്രനെ ഈ റോമർക്ക് ലേഖനം 8:32 പറയുന്നുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി തന്ന പിതാവ് നമ്മൾ ചോദിക്കുന്ന എന്തും ചെയ്യാതിരിക്കുമോ? ഇതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്. അപ്പം സ്വന്തം പുത്രനെ പോലും മാറ്റി നിർത്തി നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം പിതാവിനുണ്ടെന്നുള്ള ബോധം പോലും നമുക്കില്ല. അതെങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, പാടാണത്. പിതാവിൻ്റെ സ്നേഹം ഒഴുകണം. അത് ദിസ് ഈസ് ഒറിജിനേറ്റഡ് ബൈ ഫാദർ ഗോഡ്. അവിടെയാണ് ഈ എസെക്കിയേലൊക്കെ പറയുന്നത് പോലെ എനിക്കൊന്നേ ചെയ്യാനൊക്കത്തുള്ളൂ, ആ ഉറവയുടെ അടുക്കലോട്ട് ഞാൻ കൊണ്ടുവന്ന് നിർത്തും. അവിടുന്ന് വെള്ളം ഒഴിക്കുന്നത് ദൈവമാണ്. കിഴക്ക് നിന്ന് വെള്ളം ഒഴുകിയിട്ട്
നൊമ്പരപ്പടി കൂടെ വന്ന് 1000 മീറ്റർ വെള്ളം പോയിട്ടും ആകെ ഇത്ര നരിയാണിയോളമേ പൊങ്ങിയുള്ളൂ. പിന്നെ 1000 മീറ്റർ നടന്നു കഴിഞ്ഞിട്ടാണ് 1000 അടി നടന്നു കഴിഞ്ഞപ്പം മുട്ടോളമായി, പിന്നാണ് അരയോളം പിന്നെ നീന്തി കുളിക്കുന്നു. അപ്പോൾ ഇതിനൊരു യാത്രയുണ്ട്, ഇതിനൊരു ഘട്ടം ഘട്ടമായ യാത്രയാണ്. ഇത് ഇന്ന് നിൽക്കുന്നതല്ല, ഇതൊരു വിശാലമായ വലിയ ജീവനദി അല്ലെങ്കിൽ കരുണക്കടലേ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം ഇതുകൊണ്ടാണ്. ഇതിനകത്തൊന്ന് കാല് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് നോക്കാനൊക്കത്തില്ല. യു ഹാവ് ടു ഗോ ഫോർവേഡ്. അതാണ് നമ്മളെ പഠിപ്പിക്കുക. പക്ഷെ പൗലോസ് പറയും, നിങ്ങളെ ആരാ ക്ഷുദ്രം കാണിച്ചത്? എന്താ? ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നുവോ? അതായത് പരിശുദ്ധാത്മാവിനെ തന്നെന്നും ഈ പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നതെന്നും ഞാൻ വരച്ച് കാണിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ യേശുക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞെന്നും ആ പരിശുദ്ധാത്മ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നെന്നും നമ്മൾ പുത്രൻ്റെ വലതുഭാഗത്ത് വി ആർ സീറ്റഡ് വിത്ത് ഹിം എന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെയാണ് ജഡത്തിലേക്ക് തിരിച്ചു പോകുന്നത്? ഈ സത്യം മനസ്സിലാക്കിയ ജീവിതം എളുപ്പം. അതായത് ദൈവം എൻ്റെ അപ്പനെല്ലാം എനിക്ക് ചെയ്ത വഴിയിൽ കൂടെ ഞാനങ്ങ് കയറിപ്പോവുകയാണ്. അതല്ല ഇനി ഞാൻ തന്നെ കഷ്ടപ്പെട്ട് വഴിയുണ്ടാക്കി. അതാണല്ലോ നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ കാര്യം. ഞാൻ തന്നെ കഷ്ടപ്പെട്ട്, നമ്മളൊക്കെ പറയും, ഞാനും പറയും, ഞാൻ തന്നെ പ്രാർത്ഥിച്ച്. കാരണം ആ പിതാവാം ദൈവം ഒരുക്കി വെച്ച ആ പാത, ക്രിസ്തു ചെയ്ത പാതയിൽ കൂടെ പോകാനുള്ള സന്മനസ്സ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമുക്കാകുന്നില്ല. അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. വരുന്നിടത്ത് വെച്ച് പോകട്ടെ, ദൈവമുണ്ട്, വഴിക്ക് വെച്ച് ബലപ്പെടുത്തും. നമ്മൾ ഈ തീർത്ഥാടന യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അവരവരുടെ കയ്യിൽ ഒരു ചാക്ക് ഭക്ഷണവും എടുത്തുകൊണ്ടല്ലല്ലോ ഇറങ്ങുന്നത്. അവർ നേർന്നങ്ങ് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിയുമ്പം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം കിടക്കാനും അവർക്കുള്ള ഭക്ഷണം കിട്ടുമെന്ന് അവരോട് ആരും പറഞ്ഞിട്ടല്ല, അവരങ്ങ് ഇറങ്ങിത്തിരിക്കും. വഴി ദൈവം ഒരുക്കി കൊടുക്കും. അതാ വിശ്വാസ ജീവിതം. സിയോൻ്റെ മലകളിലേക്ക് കയറി പോകുമ്പം ഒത്തിരി കെട്ടുമായിട്ട് നമുക്ക് പോകാനൊക്കത്തില്ല. മല കയറി മുകളിലോട്ട് കയറും തോറും നമ്മുടെ ശ്വാസം എടുക്കാൻ പാട് വരുമ്പം കയ്യിലിരിക്കുന്ന എല്ലാ സാധനവും വലിച്ചെറിയും. മേളിൽ ചെല്ലുമ്പോൾ നമ്മൾ മാത്രം കാണും. ഇതാണ് വിശ്വാസ ജീവിതം. ആരെയും വലിച്ചു കയറ്റാനല്ല, അവനവൻ കയറിയൊക്കത്തുള്ളൂ. നമുക്ക് പിന്നെ പ്രകാശം കാണിച്ചു കൊടുക്കാം, ഉപദേശം കൊടുക്കാം, റിസീവ് ചെയ്യണേ പോലും പരിശുദ്ധാത്മ. പിന്നെ പരിശുദ്ധാത്മ നിയോഗിക്കാതെ ഒരുത്തൻ്റെ ഹൃദയം തുറക്കത്തുമില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി നിങ്ങൾ ജഡത്തിലോട്ട് മാറ്റി ചെയ്യാൻ നോക്കുന്നു? അതെങ്ങനെയാണ്? ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. ഒരു വീട് പണിയാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം പറഞ്ഞു ഞാൻ സപ്ലൈ ചെയ്തോളാം, അത് ചെയ്താൽ. നമ്മൾ വീട് പണിതു, പെട്ടെന്ന് നമ്മുടെ കാശിന് പ്രയാസം വന്നു. നമുക്ക് അറിയാവുന്ന എല്ലായിടത്തും നമ്മൾ കടം വാങ്ങിച്ചു വെക്കും, പ്രത്യേകിച്ച് ബാങ്കിൽ നിന്ന്. അത് പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടി അങ്ങോട്ട് വർദ്ധിക്കും. കർത്താവിനോട് ആ സമയത്ത് ചോദിച്ചില്ല, എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ ജപ്തി ചെയ്യാൻ നേരത്ത് നമ്മൾ കിടന്ന് വെപ്രാളപ്പെടുക. കാരണം എന്താ? തുടങ്ങിയത് ആത്മാവിലായിരുന്നു, പകുതിക്ക് വെച്ചായപ്പോൾ നമ്മൾ ജഡശക്തിയിൽ അതല്ല, ഞാൻ ഇവിടെ ഇത് നിർത്തി വെച്ച് കടമെടുക്കുന്നില്ല, ഇത് ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഇനി ബാക്കി ദൈവം പറയുമ്പോൾ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ ഈ താമസിക്കുന്ന വീട് 3 പ്രാവശ്യം നിർത്തേണ്ടി വന്നു. സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു. ഓരോ സാഹചര്യം വന്നപ്പോൾ അവിടെ നിൽക്കട്ടെ, അടച്ചു കിടക്കട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചു. അവിടെ കിടക്കട്ടെ, ദൈവത്തിൻ്റെ സമയമാകുമ്പം അത് പൂർത്തീകരിച്ച് തന്നപ്പം മനോഹരമാക്കി പൂർത്തീകരിച്ചു. വർഷങ്ങളെടുത്തു. പക്ഷെ ദൈവത്തിൻ്റെ സമയത്തിന് നമ്മൾ ഉന്തിത്തള്ളി ധൃതി പിടിപ്പിക്കാൻ ഒക്കുമോ? അവിടെയാണ് നമ്മൾ ക്ഷമ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ആത്മാവിൽ തുടങ്ങിയത് എങ്ങനെ ജഡത്തിൽ പിന്നെയാന്ന്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു, വെറുതെ എത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. ചോദിക്കുകയാണ്, വിശ്വാസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണോ നമ്മൾ ചെയ്യുന്നത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയാക്കി കണക്കിട്ടു. ഇതാണ് കാതൽ. അബ്രഹാം പിതാവ് വിശ്വസിച്ചത് മാറിയില്ല. ഇടയ്ക്കെല്ലാം തെറ്റുപറ്റിയെങ്കിലും അടിത്തട്ടിലൊരു ഉറപ്പുണ്ടായിരുന്നു, ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം അച്ചട്ടായിട്ട് നടക്കുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവസാനം ഏകദേശം 113 വയസ്സെങ്കിലും ആയി കാണും, തൻ്റെ ഏകജാതനായ പുത്രൻ ഇസഹാക്കിനെ കൊണ്ട്
യാഗമായിട്ട് കൽപ്പിക്കാൻ, യാഗവസ്തുവായിട്ട് ബലിയഴിക്കാൻ പറഞ്ഞപ്പം സ്വന്തം ഭാര്യയോട് പോലും ചോദിക്കാതെ മൊറിയാമലയുടെ മുകളിൽ കൊണ്ടുപോയി സ്വന്തം പുത്രനെ യാഗവസ്തുവായിട്ട് കൊടുത്തത്. പിന്നെ ദൈവം രക്ഷിച്ചു. അവസാന നിമിഷത്തിൽ ബാലൻ്റെ മേൽ തുടരുത് എന്ന് പറഞ്ഞ് ദൈവം രക്ഷിച്ചു. കാരണം അബ്രഹാമിൻ്റെ സന്തതി അല്ലല്ലോ, ദൈവത്തിൻ്റെ സന്തതി വരണമല്ലോ. അങ്ങനെ ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് ആത്മാവിൽ തുടങ്ങിയത് ആത്മാവിൽ പൂർത്തീകരിച്ചതിനാൽ ദൈവം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നു. നമുക്കും അതാണ് മാതൃക. ആ മാതൃകയിലേക്ക് നമുക്ക് നോക്കാം. ദൈവം നമ്മളെ മുൻപോട്ട് നടത്തട്ടെ. വിശ്വാസവീരന്മാരും നമ്മളെയും നമ്മുടെ തലമുറകളെയും വിളിക്കാനിടയാകട്ടെ. അങ്ങനെ തന്നെ ദൈവം ചെയ്യും. ഈ വചനം അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വിശ്വാസത്തിൻ്റെ കാതൽ ആരെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ സ്നേഹം കാണിച്ചു, പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിലെല്ലാം ചെയ്തെടുത്തു. പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞിട്ട് അതെല്ലാം വരച്ച് കാണിച്ച് ക്രൂശുമരണം കഴിഞ്ഞ് നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ വീണ്ടും പഴയ നിയമത്തിൽ പോയി കൽപ്പനകൾക്ക് തുടക്കി നിൽക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ, ആ സ്നേഹത്തിൽ, ആ വിട്ടുവീഴ്ച മനോഭാവത്തിൽ, ആ ഫലങ്ങളെന്ന് പറയുമ്പം സ്നേഹം, സന്തോഷം, സമാധാനം, ഇതിൽ കൂടെയൊക്കെ കടന്നു പോകാനുള്ള കൃപ തരണം. കുടുംബമായിട്ട് ഞങ്ങളെ മാറ്റി വിളിച്ച ദൈവത്തിന് നന്ദി. അവിടുന്ന് ഞങ്ങളുടെ കൂടെ നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. വഴി തെറ്റിപ്പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിന് സ്തോത്രം. വഴി എന്തെന്നറിയാതെ അലഞ്ഞ് നടക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരുന്നതിന് സ്തോത്രം. അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ അപ്പച്ചനെ മടിയിലിരുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ എന്തിനാ പിന്നെ ഭാരപ്പെടുന്നത്? പരിശുദ്ധാത്മാവിൽ അപ്പച്ചൻ തുടങ്ങിയത് പരിശുദ്ധാത്മാവിൽ തന്നെ തീർത്തു തരും. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ അധിക ശക്തിയോടെ പ്രവർത്തിക്കട്ടെ. ഞാനെന്ന പാപം മാറിയിട്ട് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.